ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ ആയിരിക്കാം. ഞാൻ ഒരുപാട് മുന്നൊരു വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. വേറെ ഒരുപാട് ടിപ്സുകളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അധികം ചെയ്ത് നോക്കാറുള്ളത് ഇങ്ങനെയാണ്. നമ്മുടെ അടുക്കളയിലുള്ള 3-4 സാധനങ്ങൾ മാത്രം മതി. അതിനു വേണ്ടിയിട്ട് ഞാനിതാ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം, അതൊരു 2-3 സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഞാനൊരു പാനിലേക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നേരെ ഒരു ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കുറച്ച് എമൗണ്ടല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലിട്ടിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കറിക്കൊക്കെ വേണ്ടിയിട്ട്, കറിയിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളത് ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്താലും മതി. എന്നിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ്. തോലോട് കൂടി തന്നെ അതും ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഇടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇടിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, ഒരു മസാലയുടെ നല്ലൊരു മണമാണ് കിട്ടുക. അപ്പോൾ ഏതായാലും അത് ഇടിച്ചെടുത്തതിന് ശേഷം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടി, നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത നല്ല മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ വേണം ചേർക്കാൻ. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി വേറെ ഒന്നും ചേർക്കാനില്ല. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിപ്പോൾ ചിരാത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ദീപാവലിക്കൊക്കെ നമ്മൾ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ അതുള്ളത് കൊണ്ട് ചിരാതാണ് എടുക്കുന്നത്. 2 എണ്ണം ചെറുതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മീതെ നിൽക്കത്തക്ക രീതിയിൽ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു വിളക്ക് തിരി അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിരാത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്താലും മതി. ഇതിനെ ഞങ്ങളൊക്കെ ഓടകം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഓടകം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മിക്സ് ഇടുക, പിന്നെ എണ്ണ ഒഴിക്കുക, തിരി വയ്ക്കുക, കത്തിക്കുക. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ കത്തി തീരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലും കൂടെ ഉണ്ടാവും. ഞാനിങ്ങനെ കത്തിച്ചതിന് ശേഷം ഇങ്ങനെ വീടിൻ്റെ പല ഭാഗത്തായിട്ട് അങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ വൈകുന്നേരം ഒരു 6 മണി 6:30 ആകുമ്പോഴാണല്ലോ കൊതുകുകൾ വരാറ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒപ്പം നമ്മുടെ പരിസരം കൂടെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കൊതുവിൻ്റെ കടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാം, അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതുവരെ ഈ ഒരു ടിപ്പ് മാത്രമേ കേട്ടോ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളൂ. വേറെ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി നോക്കൂ, ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. ബൈ.